എല്ലാവർക്കും റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ റിഡക്റ്റയുടെ സ്ഥിരം പ്രേക്ഷകനാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇവിടെ റീസെൻ്റ്ലി തന്നെ നമുക്ക് നാസ്റ്റിക് നേഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു ഓർഗനൈസേഷൻ ഹോസ്റ്റ് ചെയ്ത ഫ്രീ തിങ്കേഴ്സ് മീറ്റിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. നിങ്ങൾ ഒരു 100 യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ നാസ്തികരോ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമൺ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇവന്മാരുടെ ഐഡിയോളജിയാണ് ശരിയല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് റേസിസം ആണെന്ന് തോന്നുന്നില്ല. ഖുറാൻ മാറിയിട്ടുണ്ടോ? സൗദിയിൽ ഖുറാൻ മാറി ആരെങ്കിലും അറിഞ്ഞോ? പ്രസൻറ്റേഷൻ്റെ പേര് ഡോക്കിൻസിൻ്റെ പാത എന്നായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ വളരെ ബ്രീഫായിട്ടൊരു സമ്മറി തരാം. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ സമൂഹം എങ്ങനെ മാറുന്നു എന്ന ഒരു ചോദ്യത്തിന് റിച്ചർഡ് ഡോക്കിൻസ് ഒരു ഉത്തരം തരുന്നുണ്ട്. അദ്ദേഹം ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. അത് മീം തിയറി എന്ന് പറയുന്നൊരു തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്നും അതിലെ ആശയങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യരുടെ ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി പോയി അങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ ഞാൻ വിമർശിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മാത്രമല്ല അതൊരു വംശീയമായിട്ടുള്ള വീക്ഷണമാണെന്നും ആ ഒരു നറേറ്റീവ് ഉപയോഗിച്ചാണ് ഇന്ന് പല മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെയും അതറൈസിങ് അല്ലെങ്കിൽ അതറിങ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. യഥാർത്ഥമായിട്ടുള്ള ഒരു മാറ്റം എങ്ങനെ നടക്കുമെന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വഴി സൗദിയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ എക്സാമ്പിൾസ് എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ഈ ഡോക്കിൻസിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ മനുഷ്യരുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കാൻ എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി അതിന് ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഈവൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് അത് പേഴ്സണൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും വൃത്തികെട്ട പ്രസൻറ്റേഷനാണ് എന്ന രീതിയിൽ അത് വളരെ പോളറൈസ്ഡ് ആയിട്ടാണ് ഈ ഒപ്പീനിയൻസ് വരുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. ഐ മീൻ കാരണം നമ്മൾ ഈ കറണ്ട് ഫോം ഓഫ് യുക്തിവാദത്തിൻ്റെ പല പ്രിൻസിപ്പിൾസിനെ തന്നെയാണ് അവിടെ ക്രിട്ടിക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പോൾ വി തോട്ട് ലെറ്റ്സ് ട്രൈ ടു യുനോ ആൻസർ ദിസ്. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു കോമൺ സെറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എനിവേസ് അത് ആദ്യമായിട്ട് വന്ന വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയുന്നത് ഐഡിയോളജി വിമർശിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യമായിരുന്നു. മാത്രമല്ല ഐഡിയോളജി വിമർശിക്കുന്നത് റേസിസമാണ് എന്നാണ് പ്രതീക്ഷ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു ഐഡിയോളജി എതിർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ ഒരിക്കലും ഐഡിയോളജി വിമർശിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ തന്നെ ഡോക്കിൻസിൻ്റെ ആ ഒരു വ്യൂ ഓഫ് വേൾഡ്, ഡോക്കിൻസ് മുമ്പോട്ട് വെച്ച ഐഡിയോളജിയോടുള്ള വിമർശനം തന്നെയാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഐഡിയോളജി വിമർശിക്കാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഐഡിയോളജി വിമർശിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഡോക്കിൻസിൻ്റെ ഫ്രെയിം വർക്ക് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ സ്ട്രോ മാൻ. അതായത് നമ്മൾ പറയാത്തൊരു കാര്യം പറഞ്ഞ ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി ഖണ്ഡിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യം. എൻ്റെ പോയിന്റ് ഐഡിയോളജിയെ വിമർശിക്കരുത് എന്നതല്ല. എൻ്റെ പോയിന്റ് ഐഡിയോളജി അബ്സ്ട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. സമൂഹത്തിൻ്റെ ഈ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു സാധനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഐഡിയോളജി വിമർശിക്കുമ്പോൾ ഈ ഐഡിയോളജി എന്തുതരം സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്, അവിടുത്തെ ബന്ധങ്ങൾ എന്താണ്, അവിടുത്തെ റിലേഷൻസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ അതിനെ വിമർശിക്കാൻ എന്നാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനിൽ ഒരു ഓർഗനൈസേഷൻ വന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ തന്നെ അപ്പോൾ ഉടനെ ഖുറാൻ 5:10 4:10 എന്ന് പറഞ്ഞതിന് മുമ്പ് അവിടെയുള്ള സാമൂഹിക, സാമ്പത്തിക റിലേഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു കൊളോണിയൽ റിലേഷനാണ്. ഇസ്രായേൽ എന്ന ഒരു കൊളോണിയൽ ശക്തിയുടെ അണ്ടറിൽ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് പലസ്തീനി ജനത എന്നുള്ളത്. അപ്പോൾ അവിടെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയോളജി ഒക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പം യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കണ്ടീഷൻസ് ദെയർ. അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി വേണം നമ്മൾ വിമർശിക്കുക. അല്ലാതെ ഈ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് അവർ പറയുന്ന ആശയങ്ങൾ മാത്രം എടുത്ത് ആശയതലത്തിൽ മാത്രം വിമർശിക്കരുത് എന്നാണ് എൻ്റെ പോയിന്റ്. സോ എൻ്റെ പോയിന്റ് ഒരിക്കലും ഐഡിയോളജി വിമർശിക്കരുത് എന്നതല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രോ മാൻ. അത് ഈ ഒരു സംഭവത്തോടുകൂടി ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഐഡിയോളജിക്കൽ ക്രിറ്റിസിസം. എൻ്റെ പോയിന്റ് എപ്പോഴും എന്ത് ഫ്രെയിം വർക്കിലൂടെ ഐഡിയോളജിയെ ക്രിട്ടിക്ക് ചെയ്യുന്നതാണ്. ഈ ടോക്കിൻസിൻ പോലുള്ള ആളുകളുടെ ഫ്രെയിം വർക്കിലൂടെ അല്ല നമ്മൾ ഐഡിയോളജിയെ ക്രിട്ടിക്ക് ചെയ്യേണ്ടത്, മറിച്ച് സൊസൈറ്റിയിൽ നിന്ന് വേണം ചെയ്യേണ്ടത് എന്നതായിരുന്നു. പിന്നെ വന്നത് ഒരു ചാപ്പയാണ്. കുറേ പേരൊക്കെ എനിക്ക് ചാപ്പ അടിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് കുറച്ച് പേര് പോസ്റ്റുകളൊക്കെ അയച്ചു തന്നു. വോക്ക്, നാസി, മാർക്സിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ചാപ്പകളായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ വോക്കാണ്, അല്ലെങ്കിൽ നാസിയാണ്, മാർക്സിസ്റ്റാണ്, അല്ലെങ്കിൽ വോക്ക്, നാസി, മാർക്സിസ്റ്റ് ആണെന്നൊക്കെയാണ്. ഇപ്പോൾ ഈ വോക്കും നാസി, മാർക്സിസ്റ്റും ഒരു കോഹറൻറ്റ് ചാപ്പ പോലും അല്ല. നിങ്ങളൊരു ചാപ്പ അടിക്കുവാണെങ്കിൽ ഒരു കോഹറൻറ്റ് ചാപ്പയെങ്കിലും അടിക്കൂ എന്നാണ് എനിക്ക് എന്താ പറയുന്നത് റിക്വസ്റ്റ് ഉള്ളത്. കാരണം ഇപ്പോൾ വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ മുഖ്യമായിട്ട് കണ്ടുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ
വോക്ക് പൊളിറ്റിക്സ്. വോക്ക് പൊളിറ്റിക്സ് എപ്പോഴും ഒരു ലിബറൽ ഫ്രെയിംവർക്കിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. നാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ തന്നെ ഫാഷിസത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫാഷിസം ഈസ് ഓൾവേസ് അബൌട്ട് സമൂഹത്തിലെ കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഹെജിമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചില ടെക്നിക്സ് ആണ്. അവരുടെ ഒരു പുണ്യഭൂമിയാണ്, പുണ്യ ജെനറ്റിക്സ് ആണ്, ഭയങ്കര ഡിവൈൻ കൾച്ചറാണ്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എനിമി ഉണ്ടാക്കി ആ എനിമി ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ അടിയുണ്ടാക്കിച്ച് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷിസം എന്നുള്ള വീഡിയോയിൽ ചെയ്യാം. അതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫാഷിസ്റ്റുകളും നീഷ്യയുടെ ഐഡിയോളജിയായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു ബന്ധം, ഫാഷിസ്റ്റുകളും ക്യാപിറ്റലിസവും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയാൻ നിങ്ങൾക്ക് രക്ഷകൻ എന്നുള്ള ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ മതി. സോ ഫാഷിസം അല്ലെങ്കിൽ നാസിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂവ്മെൻറ്റാണ്. ഈ നാസികളും വോക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത കാര്യമാണ്. കാരണം വോക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയാണ്. നാസിസം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന് എതിരാണ്. ദേ ഡോണ്ട് കെയർ അബൌട്ട് സോഷ്യൽ ജസ്റ്റിസ്. ദേ ഡോണ്ട് കെയർ അബൌട്ട് ഈ എല്ലാ ഐഡൻറ്റിറ്റിയെയും സംരക്ഷിക്കണം, എല്ലാ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നോക്കണം എന്നുള്ള ഒരു താല്പര്യമില്ലാത്ത അവരാണ്. പിന്നെ ഉള്ളത് മാർക്സിസ്റ്റുകൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമായ പൊളിറ്റിക്സ് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് അത് സൊസൈറ്റിയിലുള്ള ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചും നമ്മളെ ഈ തൊഴിലാളികളുടെ ഒരു യൂണിഫിക്കേഷൻ ഉണ്ടാവണം, അവരുടെ സ്ട്രഗിളിലൂടെ മാത്രമേ സൊസൈറ്റിയിൽ വലിയ ബിഗ് ചേഞ്ചുകൾ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി പറയുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ്സ് ആർ എഗെയിൻസ്റ്റ് വോക്ക് പൊളിറ്റിക്സ് ആൻഡ് നാസീസ്. കാരണം ഫാഷിസത്തിനും ലിബറലിസത്തിനും എഗെയിൻസ്റ്റാണ് മാർക്സിസ്റ്റ്. വോക്സ് മാർക്സിസ്റ്റുകൾക്കും ഇവർക്കും എതിരാണ്, നാസികൾക്കും എതിരാണ്. നാസികൾ ഈ മാർക്സിസ്റ്റുകൾക്കും ലിബറൽസിനും അപ്പോൾ തമ്മിൽ ചേരാത്ത സംഭവമാണ്. ഈ അലുവയും മത്തിക്കറിയും മാതിരി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചാപ്പയാണിത്. അപ്പം ഈ ഇങ്ങനെയുള്ള ചാപ്പ അടിക്കുന്നവരോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, പ്ലീസ് ഗോ ആൻഡ് സ്റ്റഡി വാട്ട് ഈസ് ഫാഷിസം, വാട്ട് ഈസ് വോക്കിസം, വാട്ട് ഈസ് മാർക്സിസം. അല്ലാതെ ജസ്റ്റ് ചാറ്റ് GPT വരുന്ന കുറേ കാര്യങ്ങളെടുത്ത് ചടപട അടിക്കുക ഈസ് നോട്ട്. ചാറ്റ് GPT എന്തും നമുക്ക് ചോദിച്ച് എന്ത് ഉത്തരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ യു നീഡ് ടു ഗോ ആൻഡ് സ്റ്റഡി. അപ്പോൾ അതൊരു ലിറ്ററസിയുടെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് വന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സംഘപരിവാറിനെ എങ്ങനെ വിമർശിക്കണം, സംഘപരിവാറിനെ വിമർശിച്ചാൽ റേസിസ് ആവില്ലേ എന്നതാണ്. അതും ഭയങ്കര തമാശയായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കുന്നത് പലപ്പോഴും ഈ SNG വിഭാഗങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. SNGകളും പിന്നെ ഈ ആരിഫിൻ്റെ ശിങ്കിടികൾ ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെയാണ് ഇങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ എൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ ഞാൻ വ്യക്തമായിട്ടുണ്ട്, റേസിസം ഈസ് ഓൾവേസ് അബൌട്ട് പവർ ഇംബാലൻസ്. ആ പവർ ഇംബാലൻസും അതിനെ ഫോക്കസ് ചെയ്ത് മാത്രമേ നമുക്ക് റേസിസം പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സംഘപരിവാറിനെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് റേസിസം ആവുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ മൈ ഓൺ പ്രിൻസിപ്പിൾസ് ഇറ്റ്സ് നോട്ട് റേസിസം. കാരണം യു നീഡ് ടു ഹാവ് ദാറ്റ് പവർ ഇംബാലൻസ്. സോ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ നാസി റെജീമിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന ജൂതൻ ഇരുന്ന് ഈ നാസികളൊക്കെ തീവ്രവാദികളാണെന്ന് പറയുന്നതും, നാസി റെജീമിൻ നടക്കുമ്പോൾ അവിടെയുള്ള മറ്റാളുകൾ ജൂതന്മാരെല്ലാം തീവ്രവാദികളാണെന്ന് പറയുന്നതും ഈക്വലി you cannot weigh it equally. You cannot call them as racism. കാരണം one has a huge material impact. ഓൾറെഡി മെഷീനറി എന്ന് പറയുന്നത് ജൂതന്മാർക്കെതിരാണ്, അധികാരം എല്ലാം അവർക്കെതിരാണ്, റിസോഴ്സസ് അവർക്കെതിരാണ്, എല്ലാം അവർക്കെതിരാണ്. അപ്പം അങ്ങനെ എതിര് നിൽക്കുന്ന സമയത്ത് ഇത്തരം ആഖ്യാനങ്ങൾ ഈ ജൂതന്മാരുടെ പ്രോസിക്യൂഷനെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ജൂതന്മാർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന ജൂതന്മാർ അവിടെ എന്ത് പറഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് ദി നാസി പീപ്പിൾ. സോ അതുപോലെ തന്നെയാണ് ഈ സംഘപരിവാറിനെ വിമർശിച്ച് കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് റേസിസം ആവും എന്നില്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ബേസ്ഡ് ഓൺ ഈ പവർ ഇംബാലൻസ്. പിന്നെ ഇവിടെ പല ആളുകളും ഈ സംഘപരിവാർ വിമർശനമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രന്ഥം എടുത്തിട്ട് അതിനകത്ത് 5-10 ഇതാണ് 4-10 ഇതാണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ വിമർശനമായി എന്നാണ്. സംഘപരിവാറിന് ബേസിക്കലി അതുകൊണ്ടൊരു ദേ ഡോണ്ട് കെയർ അബൌട്ട് ദീസ് തിങ്സ്. അപ്പോൾ നിങ്ങളത് പറഞ്ഞാലും അവർക്ക് അവരുടെ പവറോ അവരുടെ ഹെജിമണിയോ അതിനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, ഈ വർഷം ഏതെങ്കിലും സംഘികളെ വിളിച്ചിട്ട് 10 മിനിറ്റ് ഞാൻ സംസാരിക്കാം, 20 മിനിറ്റ് നീ സംസാരിക്കുക, 10 മിനിറ്റ് നീ സംസാരിക്കുക, പിന്നെ 10 മിനിറ്റ് ഞാൻ ഖണ്ഡിക്കാം, പിന്നെ റിബട്ടൽ, പിന്നെ ഒരു 5 Q&A കഴിഞ്ഞിട്ട് രണ്ടുപേരും കൈകൊടുത്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഘപരിവാർ വിമർശനം നടന്നു, സംഘപരിവാറിന് എന്തോ വലിയ ക്ഷീണം സംഭവിച്ചെന്നൊക്കെയാണ് ആളുകൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. സോ സംഘപരിവാറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻസിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയുള്ള ഫാഷിസം എന്നുള്ള വീഡിയോയിൽ നമ്മളത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രക്ഷകൻ എന്നുള്ള വീഡിയോയിലും അതിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ സംഘപരിവാറിനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതും ഈ രീതിയിലൂടെ, ഈ ലെൻസിലൂടെയാണ്. ദ പ്രോബ്ലം ഈസ് ഈ എസെൻഷ്യലൈസേഷൻ, അതായത് സത്താപരമായിട്ട് മതം എന്നൊരു ഏക ശിലാരൂപം ഉണ്ടെന്നും അതാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ഡോക്കിൻസിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്ന് മാറി സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളിൽ നിന്ന് എന്തുതരം ഐഡിയോളജീസ് ഉണ്ടാകുന്നു, ആ ഐഡിയോളജീസ് എങ്ങനെയാണ് ഈ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ വീക്കൻ ചെയ്യുക എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ സംഘപരിവാറിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് റേസിസം ആവില്ല. So I think I have cleared myself. It's always about
ദി പവർ റിലേഷൻസ്. ആ പവർ റിലേഷൻസിലാണ് റേസിസം എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അല്ലാതെ സമൂഹത്തിൽ നിന്ന് വിട്ടു നിന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഏതോ ഒരു ദൈവലോകത്ത് ഇങ്ങനെ നിയമങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ റേസിസം, അങ്ങനെ പറഞ്ഞാൽ റേസിസം. ഈ റേസിസം എപ്പോഴും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ മാത്രമാണ്. ഹോപ്പ് ദാറ്റ് ക്ലിയർസ് ഇറ്റ് ഔട്ട്. പിന്നെ എനിക്ക് ഏറ്റവും തമാശ തോന്നുന്നത് ഈ സംഘപരിവാർ വിമർശനത്തെക്കുറിച്ച് വ്യാകുലത കാണിക്കുന്ന കൂടുതൽ ആളുകളും ജീവിതത്തിൽ ഒരിക്കലും സംഘപരിവാർ വിമർശനം നടത്താത്തവരാണ്. സംഘികളുടെ കൂടിരുന്ന് മടിയിലിരുന്ന് അവരെ കൊഞ്ചിച്ച് അവർക്ക് പാലുകൂടെ കൊടുത്ത് പറയുന്ന ആളുകൾക്കാണ് അയ്യോ ഇപ്പം ഞാനിങ്ങനെ സംഘപരിവാർ വിമർശനം നടത്തും എന്നുള്ള കൺഫ്യൂഷനിൽ അവരിയ്ക്കുന്നത്. രാമരാജ്യം വന്ന സെക്യുലർ ആണെന്നും ഹിന്ദു രാജ്യമാണ് നല്ലതെന്നൊക്കെ പറയുന്ന ആളുകളുടെ ശിങ്കടികളൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ വന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അംബേദ്കർ ചെയ്തത് റേസിസം ആയിരുന്നോ? അംബേദ്കർ ഒക്കെ വേസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സോഷ്യൽ റിഫോമേഴ്സൊക്കെ വേസ്റ്റ് ആയിരുന്നു എന്നാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംബേദ്കറിനെയും ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അംബേദ്കറിൻ്റെ 4/10 എന്തിരിക്കുന്നു, അംബേദ്കറിൻ്റെ 5/10 എന്തിരിക്കുന്നു എന്ന രീതിയിലാണ്. അംബേദ്കർ എന്താണ് ചെയ്തതെന്ന് അംബേദ്കറിൻ്റെ ഒരു ചരിത്രം പഠിച്ചാൽ ഞാൻ മനസ്സിലാക്കും. അംബേദ്കർ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അംബേദ്കർ സമരങ്ങൾ ചെയ്തു. റെയിൽവേയുടെ സമരങ്ങൾ, തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിയമസംഹിതയിൽ ഇടപെട്ട് അവിടുത്തെ റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പുള്ളി ഇടപെടുന്നുണ്ട്. പുള്ളി സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്നുള്ള ബുക്കിൽ രാജ്യത്തിൻ്റെ റിസോഴ്സസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെന്ന് ചെയ്യുന്നുണ്ട്. അംബേദ്കർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കോട്ട് തന്നെ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നാണ്. അദ്ദേഹം കണ്ടത് ഈ സമൂഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ആൻഡ് കാസ്റ്റും അദ്ദേഹം വെറും ഐഡിയോളജിക്കൽ തലത്തിൽ അല്ലെങ്കിൽ ഒരു മനുസ്മൃതിയുടെ ഇതിൽ മാത്രമല്ല കണ്ടത്. അദ്ദേഹം കാസ്റ്റിൻ്റെ എക്കണോമിക് മാനങ്ങൾ, കാസ്റ്റിൻ്റെ സോഷ്യൽ മാനങ്ങൾ, ഇവയെല്ലാ കാര്യങ്ങളും നോക്കിയാണ് അദ്ദേഹം പറയുന്നത്. ഈ മാനങ്ങളെ ന്യായീകരിക്കുന്ന ഒരു മതമാണ് ഹിന്ദുയിസം എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഇവിടെ ഡോക്കിൻസ് കാണുന്നതാണ്. ഡോക്കിൻസ് മതഗ്രന്ഥങ്ങളിൽ നിന്ന് തുടങ്ങിയ ആ വൈറസാണ് ഇത് എന്ന് പറയുമ്പോൾ അംബേദ്കർ ഇവിടെ നേരെ തിരിച്ചാണ് കാണുന്നത്. സൊസൈറ്റിയാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം ആദ്യം മനുഷ്യനെയാണ് നോക്കുന്നത്. ഈ മനുഷ്യനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ്റെ ഇവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ ന്യായീകരിക്കുന്ന ഗ്രന്ഥങ്ങളും ഇതിനെ ന്യായീകരിക്കുന്ന മൂല്യവ്യവസ്ഥയാണ് നമ്മൾ ചാലഞ്ച് ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ജസ്റ്റ് ഈ ഗ്രന്ഥങ്ങൾ വെച്ച് മാത്രമല്ല സോഷ്യൽ റിലേഷൻസ് മാറ്റാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചെയ്തത്. എൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ പറഞ്ഞ ഒരു സംഭവമാണ് സലിമ ഇനീഷ്യേറ്റീവ്. അപ്പോൾ സലിമ ഇനീഷ്യേറ്റീവിൽ എന്തായിരുന്നു, ഈ ഒരു ന്യൂ വാല്യൂ സിസ്റ്റം ഉണ്ടാക്കാനാണ് ഈ സലിമ ഇനീഷ്യേറ്റീവ് ശ്രമിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ അംബേദ്കർ എന്താണ് ചെയ്യുന്നത്, ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്നും ലിബറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വേറൊരു മൂല്യ വ്യവസ്ഥയിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇസ്ലാമിനെ പരിഗണിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയെ പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം ഒരു സം വേർഷൻ ഓഫ് ബുദ്ധിസത്തിലേക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ബുദ്ധിസത്തിലേക്കും ഇസ്ലാമിലേക്കും പോയത് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്തോ വൈറസ് ഉള്ളതുകൊണ്ടൊന്നുമല്ല. ദ കറണ്ട് വാല്യൂ സിസ്റ്റം ഈസ് നോട്ട് ലിബറേറ്റിംഗ് ദം. ദളിത് മനുഷ്യരുടെ അല്ലെങ്കിൽ ബഹുജൻ മനുഷ്യരുടെ ലിബറേഷൻ അതിലൂടെ സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഹീസ് ആക്ച്വലി ഡൂയിങ് വാട്ട് വി ആർ സെയിങ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ മറ്റുള്ള ആളുകൾ ഇപ്പം ഈ പന്തി ഭോജനം നടത്തുക, അല്ലെങ്കിൽ ഈഴവശിവനെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം, ഇതെല്ലാം തന്നെ ഈ മതങ്ങളിലെ വൈറസ് മാറ്റുക എന്നുള്ള സംഭവം അല്ല ചെയ്യുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ് വാല്യൂ സിസ്റ്റം ഉണ്ടാകുക. അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ ശിവനെ പ്രതിഷ്ഠിക്കാനും ഈ പൂജാകർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവകാശമുള്ളൂ എന്ന ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ശ്രീനാരായണ ഗുരു ഒരു കൈൻഡ് ഓഫ് സലിമ ഇനീഷ്യേറ്റീവ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഓൾട്ടർനേറ്റീവ് വാല്യൂ സിസ്റ്റം കൊണ്ടുവരികയാണ്. ഈഴവനായ എനിക്ക് ഇവിടെ ശിവനെ പ്രതിഷ്ഠിക്കാൻ പറ്റും, ഞാൻ പ്രതിഷ്ഠിച്ചത് ഒരു ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റീവ് വാല്യൂ സിസ്റ്റമാണ് പുള്ളി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒരു സോഷ്യൽ റിഫോർമേഷൻ അവിടെ നടക്കുന്നത്. ഈ ഡോക്കിൻസിന്റെ ഫ്രെയിം വർക്ക് വെച്ച് പ്രവർത്തിക്കുന്ന യുക്തിവാദികൾ എന്തായിരിക്കും പറയുന്നത്? അതാണ് ഞാൻ ബ്രാഹ്മണ ശിവനെ പകരം ഈഴവൻ ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ള അന്ധവിശ്വാസം സംരക്ഷിക്കപ്പെടുകയും ബ്രാഹ്മണന് ചെയ്യാവുന്നത് ഈഴവന് ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാവുകയും ചെയ്യുക മാത്രമാണ് ഉണ്ടാവും. ശിവൻ അവിടെ സംരക്ഷിക്കപ്പെടും. ശിവൻ ഒരു സൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ ശിവൻ ഒരു അന്ധവിശ്വാസമാണ്, അതുകൊണ്ട് പുള്ളി ചെയ്തത് ശരിയല്ല എന്ന ഒരു വളരെ നൈവ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക. കാരണം അവർ തുടങ്ങുന്ന തന്നെ ഈ ഗ്രന്ഥങ്ങൾ റാഷണൽ ആണോ എന്നുള്ള രീതിയിലാണ്. ശ്രീനാരായണ ഗുരു ചിന്തിക്കുന്നത് ഗ്രന്ഥങ്ങൾ റാഷണൽ ആണോ ഇല്ലയോ എന്നല്ല. ഇവിടെ ഒരു സോഷ്യൽ റിലേഷൻ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. വി നീഡ് ടു ബ്രിങ് എ ന്യൂ വാല്യൂ സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് എവറി വൺ. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. അതാണ് ഇന്നുള്ള ഈ യുക്തിവാദം ഫെയിലിയർ ആവുന്നതിൻ്റെ ഒരു കാരണം. ഇന്നുള്ള യുക്തിവാദം ഒന്നെങ്കിൽ ഫെയിലിയർ ആവുക, അല്ലെങ്കിൽ സംഘികളുടെ കൂടെ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സോഷ്യൽ റിലേഷനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അവരെന്തോ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്, ഈ വൈറസുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗ്രന്ഥങ്ങളിൽ റാഷണാലിറ്റിയും ലോജിക്കിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ എഫക്റ്റീവ് ആകുന്നതും ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും എന്നും എത്താതെ വരുന്നത്. ഇവർ ഇത്ര നാളായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടും ഒരു കാര്യം നടക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. ഹിന്ദുയിസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ഈ ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ സോഷ്യൽ റിഫോമേഴ്സ് വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഇങ്ങനെയുള്ള സെമിറ്റിക് മതങ്ങൾ വരുമ്പോഴത്തേക്കും ഇവർ ഇന്നുള്ള സ്വർക്രൈറ്റ് നാസ്തികതയാണെങ്കിലും മാനവികപക്ഷം എന്ന് പറയുന്ന യുക്തിവാദികളൊക്കെ ആണെങ്കിലും തന്നെ ഈ ഡോക്കിൻസിൻ്റെ ബാധപ്പെട്ടിരിക്കുകയാണ്. അവർ ഈ സോഷ്യൽ റിലേഷനെ കുറിച്ച് നോക്കാതെ ഡയറക്റ്റ് അടിമത്തം, 5-10, 4-33 ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. അംബേദ്കർ ചെയ്ത മാതിരി തന്നെ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഗ്രന്ഥങ്ങളിലുള്ള എന്തോ വാക്കിലാണ് പ്രശ്നം ഇരിക്കുന്നതെന്നല്ല. നമ്മൾ ഗ്രന്ഥങ്ങളെ വിമർശിക്കുമ്പോൾ പോലും
ഈ ഗ്രന്ഥങ്ങളിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ് സൊസൈറ്റിയിലുള്ള സോഷ്യൽ റിലേഷൻസിനെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വിമർശിക്കാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ വന്നൊരു ചോദ്യം, അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കേണ്ടതില്ലേ എന്നാണ്. അങ്ങനെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ എൻ്റെ പ്രസൻറ്റേഷൻ തന്നെ മതവിമർശനത്തിന് ഞാൻ എതിരല്ല. പക്ഷെ എന്തുതരം മതവിമർശനമാണ് എന്നതാണ് ചോദ്യം. ഈ മതങ്ങൾക്ക് ഒരു സത്താപരമായിട്ടൊരു സ്വഭാവമുണ്ടെന്നും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലോകത്ത് മതങ്ങൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നു 454 ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു, അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഇസ്ലാമല്ല, ഏതൊരു മതവും നിലനിൽക്കുന്നത് ആ സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളനുസരിച്ചായിരിക്കും. ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഇസ്ലാം നിൽക്കും. ഇന്ന് സൗദിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഇസ്ലാം ആയിരിക്കും നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ വേറൊരു സെറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും. മലേഷ്യയിൽ വേറെ സെറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ആ ഓരോ സ്ഥലത്തെയും ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാനങ്ങൾ പോലിരിക്കും. ഉദാഹരണത്തിന് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ സൊമാലിയയിലുണ്ട്. സൊമാലിയയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വേണമെങ്കിൽ മതഗ്രന്ഥങ്ങളോ അതോ ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ കേരളത്തിൽ വളരെ പണ്ടേ നിന്ന് പോയൊരു സംഭവമാണ്. വളരെ പണ്ടെങ്ങാണ്ട് നിലനിന്നിരുന്ന വളരെ മൈനോറിറ്റി ഓഫ് ആളുകൾക്ക് മാത്രം ചെയ്തിരുന്നായിരുന്നു. ഇന്നത് കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കാരണം കേരളത്തിൽ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആരും എടുക്കുന്നില്ല. അപ്പം ഇസ്ലാം എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, ഇസ്ലാം ഓരോ സമൂഹത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇൻ്റർപ്രിട്ടേഷൻസ് മാറുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കേണ്ടത് ഓരോ സൊസൈറ്റിയിലുള്ള സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ പ്രശ്നത്തെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതെങ്കിൽ ആ സോഷ്യൽ പ്രശ്നത്തെ മതങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതും എല്ലാവരും ഉപയോഗിക്കത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മതങ്ങളിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ട്രാൻസ്ഫോബിയ ഹോമോഫോബിയ ഉള്ളത് എന്ന അനാലിസിസ് റോങ് ആണ്. ഓൾറെഡി ട്രാൻസ്ഫോബിയ ഹോമോഫോബിയ സൊസൈറ്റിയിലുണ്ട്. അത് ന്യായീകരിക്കാനാണ് മതങ്ങൾ യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഇത് പഠിക്കാനെന്നാണ്. കാരണം ഓൾ മുസ്ലിംസ് ആർ നോട്ട് ട്രാൻസ്ഫോബിക്. ഈവൻ പഠനങ്ങൾ വരെയുണ്ട്. അമേരിക്കൻ മുസ്ലിങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻസിനെക്കാട്ടിലും കൂടുതൽ, അവിടെയുള്ള ഫണ്ടമെൻ്റൽ ക്രിസ്ത്യൻസിനെക്കാട്ടിലും കൂടുതൽ അമേരിക്കൻ മുസ്ലിംസ് ആർ ഓപ്പൺ ടു ഹോമോസെക്ഷുവാലിറ്റി. ആൻഡ് പല ഹോമോസെക്ഷൽ മുസ്ലിം കപ്പിൾസ് ഉണ്ട്. അതിൽ അവർ മുസ്ലിമാണ്, അവർ ദേ ആർ നോട്ട് ഏത്തിസ്റ്റ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. എന്നാൽ അബ്ദുള്ള ബാസിലിനെ പോലുള്ള ചിലരുണ്ട്, നമ്മളെ ഗ്രന്ഥത്തിൽ ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളത് അനുവദിക്കില്ല. അപ്പോൾ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഏത് ഗ്രൂപ്പിന് അധികാരം കിട്ടുന്നു, ഏത് ഗ്രൂപ്പിന് പവർ കിട്ടുന്നു എന്നത് തീരുമാനിക്കുന്നത് ഗ്രന്ഥങ്ങളല്ല, അത് തീരുമാനിക്കുന്നത് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ പാട്രിയാർക്കി, ട്രാൻസ്ഫോബിയ ഇവ ന്യായീകരിക്കാൻ ഇസ്ലാമിൻ്റെയോ ക്രിസ്ത്യാനിറ്റിയുടെയോ ഹിന്ദുയിസത്തിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നതാണ്. അല്ലാതെ നമ്മൾ തുടങ്ങേണ്ടത് മതഗ്രന്ഥങ്ങളിൽ നിന്നല്ല, തുടങ്ങേണ്ടത് സമൂഹത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണ്. എന്നിട്ട് ആ മനുഷ്യരുടെ ഒപ്രഷൻ എങ്ങനെ മതങ്ങൾ ന്യായീകരിക്കുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മതങ്ങളൊന്നും വിമർശിക്കരുത് എന്നതല്ല. പിന്നെ വന്ന ഒരു വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നൊരു ചോദ്യമാണ്, സമ്പത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറും എന്നാണോ പ്രതീക്ഷ പറഞ്ഞത്? ഉദാഹരണത്തിന് സൗദിയിൽ സമ്പത്ത് കൂടിയത് കൊണ്ടാണോ ഇവിടുത്തെ മാറ്റം ഉണ്ടായത്, അതോ അഫ്ഗാനിസ്ഥാനിൽ സമ്പത്തില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്? അത് വളരെ റിഡക്ഷനിസ്റ്റ് വ്യൂ ആണ്. അത് എല്ലാവർക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറും എന്ന് കരുതുന്ന ഒരു വ്യൂ അല്ല ഞാൻ മുമ്പോട്ട് വെച്ചത്. ഞാൻ ഉപയോഗിച്ച വാക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങൾ എന്നാണ്. സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് റിലേഷൻസ്, അത് മനുഷ്യർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. സോഷ്യൽ റിലേഷൻസ് എന്താണ്, എക്കണോമിക് റിലേഷൻസ് എന്താണ്. അപ്പോൾ ഇപ്പോൾ സാലിമ ഇനീഷ്യേറ്റീവ് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് സാലിമ ഇനീഷ്യേറ്റീവിൽ എവിടെയും ആരുടെയും പൈസ കൂടുന്നത് നിങ്ങൾ ആ പ്രസൻറ്റേഷനിൽ കണ്ടായിരുന്നു? ഇല്ലല്ലോ. ഈവൻ സൗദി ഓൾറെഡി ദേ വർ റിച്ച് കൺട്രി, ബട്ട് അവരുടെ എക്കണോമിക് സിസ്റ്റത്തിൽ ഓയിലിൽ നിന്ന് ഡിപ്പെൻഡൻസി മാറി ടൂറിസത്തിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ റിലേഷനാണ് പറഞ്ഞത്, എക്കണോമിയുടെ റിലേഷനാണ് പറഞ്ഞത്. അല്ലാതെ ആളുടെ ഏതോ വ്യക്തിയുടെ പൈസ കൂടുന്നു കുറയുന്നു എന്നല്ല നമ്മൾ വയ്ക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്തോ സമ്പത്ത് കൂടുകയും കുറയുകയും ചെയ്തു എന്നല്ല അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സാമ്പത്തിക ബന്ധങ്ങളിൽ വരുന്ന മാറ്റം, റിലേഷൻസ്. ഓയിലുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന ഒരു എക്കണോമി ടൂറിസത്തിലേക്ക് പോകുന്നു, അങ്ങനെ പോകുമ്പോൾ അവിടെ എന്ത് മാറ്റം നടത്തുന്നു എന്നാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ ഞാൻ പറഞ്ഞത് പൈസയുണ്ട് പൈസ ഇല്ല എന്നുള്ള കാര്യമല്ല, എങ്ങനെയാണോ ഒരു പൊളിറ്റിക്കൽ റിലേഷൻ വരുന്നത്, ഒരു ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സ് വന്ന് എങ്ങനെയാണ് അവിടെയുള്ള റിയാക്ഷണറി ആയിട്ടുള്ള ആളുകളെ ഫണ്ട് ചെയ്ത് അവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഒരിക്കലും പൈസ ഉണ്ടെങ്കിൽ പ്രശ്നം മാറുന്നത്, പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥ മാറും, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ റേസിസം പാട്രിയാർക്കിയൊക്കെ മാറും എന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ഇവിടെ പൈസ ഉള്ള ആളുകൾ ജാതി വ്യവസ്ഥയൊന്നും കാണിക്കാതിരിക്കുകയും പൈസ ഉണ്ടെങ്കിൽ പിന്നെ പാട്രിയാർക്കൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യേണ്ടത്, അതൊന്നുമല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. ഐ എം ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് റിലേഷൻസ്. പിന്നെ ചിലർ പറഞ്ഞൊരു കാര്യം, നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്
അത് പറഞ്ഞിട്ട് ഇപ്പോൾ അത് പറയാൻ പാടില്ല എന്നൊക്കെയാണ്. അത് ബേസിക്കലി ആരിഫിൻ്റെ സിംഗടികളാണ് അത് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ രസം വെച്ചാൽ ഇവർ വന്ന് സംസാരിക്കുന്ന ചാനലിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എക്സ് ആണ്. എക്സ് വോക്ക്, എക്സ് ജിഹാദി, എക്സ് മദ്രസ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹീ ഹിംസെൽഫ് സേ ദാറ്റ് ഹീ ഈസ് ചേഞ്ചിങ് ഒപ്പീനിയൻസ്, ബട്ട് സംഭവം നമുക്ക് ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് നോ വൈ ദാറ്റ്. അപ്പം അതൊക്കെ വളരെ ഒരു ചീപ്പ് ഷോ ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആർഗ്യുമെൻ്റ് ഇല്ലാത്തപ്പോൾ ആളുകൾ ചെയ്യുന്നതാണ്. അതായത് അതൊക്കെ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും 10ഉം 15ഉം കൊല്ലോ അല്ലെങ്കിൽ 5 കൊല്ലോ അല്ലെങ്കിൽ ഈവൻ 1 കൊല്ലോ മുമ്പുള്ള പല പോസ്റ്റുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ചേഞ്ച് ഒപ്പീനിയൻസ്. സോ ദാറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എനി വാലിഡ് പോയിന്റ്. അപ്പം ഞാൻ പണ്ട് പറഞ്ഞ പോയിന്റിന് വിരുദ്ധമായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നതെങ്കിൽ പണ്ട് പറഞ്ഞതിനാണോ ഇന്ന് പറഞ്ഞതിനാണോ എവിഡൻസ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. എന്നോട് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞത് ഞാൻ ഡോക്കിൻസിൻ്റെ ഫ്രെയിംവർക്കിലൂടെയായിരുന്നു നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തിരുന്നത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ ഇനി ഡോക്കിൻസിൻ്റെ ഫ്രെയിംവർക്കിലൂടെ അല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പം ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയ കാര്യമാണ് വി കോൺസ്റ്റൻ്റ്ലി സേ ദാറ്റ് നമ്മൾ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് റോങ് വേ ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന റെഗുലർ ഓഡിയൻസിന് അറിയാം. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു ഇത് പറയാറുണ്ട്, നമ്മൾ പണ്ട് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ഇനി ചെയ്യരുതെന്ന്. സോ ദാറ്റ് ഡസൻറ്റ് പ്രൂവ് എനിത്തിങ്. പണ്ട് പറഞ്ഞു ഇല്ലയോ എന്നത് കാര്യമില്ല. ഇന്ന് പറഞ്ഞതിൽ ആണോ കൂടുതൽ എവിഡൻസ് ഉള്ളത്, അന്ന് പറഞ്ഞതിനാണോ കൂടുതൽ എവിഡൻസ് ഉള്ളത്, ഈ ഫ്രെയിംവർക്കാണോ നല്ലത്, ആ ഫ്രെയിംവർക്കാണോ നല്ലത് എന്നതാണ് ഇവിടുത്തെ പോയിന്റ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡിബങ്ക്, ഇപ്പോൾ നിങ്ങൾക്ക് സീരിയസ്ലി ഞാൻ പറഞ്ഞ കാര്യം ഡിബങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞത് എങ്ങനെ ഡിബങ്ക് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ഈ ഞാൻ വോക്കാണോ നാസിയാണോ മാർക്സിസ്റ്റ് ആണോ എന്ന് റിസർച്ച് ചെയ്യുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ വെച്ച ഫ്രെയിംവർക്കിലും ബെറ്റർ ഫ്രെയിംവർക്ക് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഫ്രെയിംവർക്കിലൂടെ അല്ല സൊസൈറ്റി ചേഞ്ച് ആവുന്നത് എന്ന് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ വെച്ച ഫ്രെയിംവർക്കിനെക്കാട്ടിലും മികച്ച ഫ്രെയിംവർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ ദ ഡേറ്റ. നിങ്ങൾക്ക് ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മികച്ച ഫ്രെയിംവർക്കുകളുണ്ട് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതോടെ എൻ്റെ പ്രസൻറ്റേഷൻ ഡിബങ്ക്. അല്ലാതെ ഞാൻ 7 മാസം മുമ്പ് എന്ത് പറഞ്ഞു, 8 മാസം മുമ്പ് എന്ത് പറഞ്ഞു, ഇന്ന് ഞാൻ വോക്ക് നാസിയാണോ, ഇങ്ങനെയുള്ള PhD റിസർച്ചുകൾ മുഴുകി സമയം കളയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടൊന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ പല ഡൗട്ട്സും ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഐ വാണ്ട് ടു സേ വി ആർ ഓൾ നാച്ചുറലിസ്റ്റ്. നമ്മളെല്ലാം ഭൗതികവാദികളാണ്. നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ എന്നത് ഒരു ഭൗതിക പ്രതിഭാസത്തിൻ്റെ റിസൾട്ടാണ്. മനുഷ്യൻ്റെ ബ്രെയിനും ഒരു ഭൗതിക പ്രതിഭാസത്തിൻ്റെ റിസൾട്ടാണ്. അപ്പം ഈ മനുഷ്യർ ഒരു സൊസൈറ്റിയിൽ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഭൗതിക പ്രതിഭാസങ്ങളുടെ പ്രതിഫലനമായിരിക്കും മനുഷ്യരുടെ ബിഹേവിയർ. മനുഷ്യർ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഡോമിനൻ്റ് ഐഡിയോളജി, സബ്മിസീവ് ഐഡിയോളജി, അവിടുത്തെ ഒപ്രഷൻ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് വാക്വത്തിൽ നിൽക്കുന്നതല്ല. ഡെമോക്രസിയോ യുക്തിവാദമോ എത്തീസമോ ദൈവവിശ്വാസം, റിഗ്രസീവ് ടെററിസം, ഇങ്ങനെയുള്ള ഒരു കാര്യവും സമൂഹത്തിൽ വാക്വത്തിൽ നിന്ന് വരുന്നതല്ല. ഇതെല്ലാം നമ്മൾ നിൽക്കുന്ന സൊസൈറ്റിയിലുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള റിയാലിറ്റിയുമായിട്ട് വളരെയധികം ബന്ധപ്പെടുന്ന കാര്യമാണ്. മെറ്റീരിയൽ റിയാലിറ്റി, മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, പൈസ അങ്ങനെയുള്ള സംഭവങ്ങളല്ല, ബന്ധങ്ങളെക്കുറിച്ചാണ്. മനുഷ്യർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ആ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സയൻറ്റിഫിക് ടെമ്പറുമായിട്ട് യോജിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം. അപ്പം ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മനുഷ്യർ പെരുമാറുന്നത്. ഇതിൽ നിന്നൊക്കെ ഈ മനുഷ്യരൊക്കെ മെറ്റീരിയൽ അതൊക്കെയാണ്, ഭൗതിക പ്രതിഭാസങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യരുണ്ടായത്. പക്ഷേ ഇതേ മനുഷ്യർ സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ വേറെന്തോ പ്രതിഭാസം, ഈ മെറ്റീരിയൽ കണ്ടീഷനിൽ നിന്നും മെറ്റീരിയൽ റിലേഷനിൽ നിന്നുമൊക്കെ മാറി ദൈവം, പ്രേതം, ഭൂതമൊക്കെ വന്ന് മനുഷ്യരെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഗ്രന്ഥം വന്ന് എന്തോ മനുഷ്യരെ ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു വിയേർഡ് തിയറി എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. അപ്പോൾ ഹോപ്പ് ദിസ് ഹെൽപ്സ് ഇൻ ക്ലിയറിംഗ് ദീസ് ഡൗട്ട്സ്. താങ്ക് യു.